അസ്സലാമു അലൈക്കും. സെലീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഈവനിങ് സ്നാക്കായ പഴംപൊരിയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ തട്ടക്കടയിൽ നിന്നും ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പഴംപൊരി നല്ല വീർത്ത പഴംപൊരിയാണല്ലോ. വീർത്ത പഴംപൊരിക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഞാനിന്ന് പഴംപൊരി തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിലാണ് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 അച്ച് ശർക്കര ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്രയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയ ദോശമാവ് 1/4 കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മൈദപ്പൊടിയിൽ 1/4 കപ്പ് ദോശമാവാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു യെല്ലോ ഫുഡ് കളറ് 2 ഡ്രോപ്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഇതിന് ശേഷം മിക്സാക്കി എടുക്കാം. ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ച് മിക്സാക്കി എടുക്കാം. നല്ല പോലെ സ്മൂത്താക്കി എടുക്കണം. നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലായിരിക്കണം നമ്മൾ മാവ്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല പോലെ കറക്റ്റാക്കി ഇട്ടിട്ട് നല്ല പോലെ കട്ടയൊക്കെ ഒടിച്ച് നല്ല സ്മൂത്താക്കി എടുക്കാം. അപ്പോൾ അതാ ഈ രൂപത്തിലായിരിക്കണം. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പഴമൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇതിനായിട്ട് 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പഴമായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി 2 പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം ഓരോ പീസും 4 സ്ലൈസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കട്ടോ. ഇത് അത്യാവശ്യം വലിയ പഴമായതുകൊണ്ട് ഞാൻ ഓരോ പീസും 4 പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കൂടുതൽ ഓയിൽ ചട്ടിയിൽ ഒഴിക്കുകയാണെങ്കിൽ മുഴുവനോടെ തന്നെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ആ പഴം എല്ലാം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മാവിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാവ് ഏകദേശം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഫ്രൈ ചെയ്യാൻ ഒരു കാസ്റ്റ് ചെയ്യേണ്ട ചീനച്ചട്ടി ഞാൻ ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഈ പഴം മാവിലെ ഡിപ്പ് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ 2 3 4 വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചത് കൊണ്ട് 2 മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് നല്ല പൊങ്ങി വന്നതിന് ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം നല്ല പോലെ പൊങ്ങി വന്നതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായതിനു ശേഷം കോയിൽ നിന്നും കോരി മാറ്റാം. കണ്ട നല്ല വീർത്ത പഴംപൊരി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പഴംപൊരിയൊക്കെ എപ്പോഴും വീട്ടിലെപ്പോഴും ഉണ്ടാക്കുന്നതാണല്ലോ. നമ്മൾ ദോശമാവ് ഉണ്ടാകുമ്പോൾ കുറച്ച് മാവ് ഇതിൽ നിന്ന് മാറ്റി വെക്കാം. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ഉപയോഗിക്കാം. നല്ല വീർത്ത പഴംപൊരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. വളരെ ഈസിയാണല്ലോ ഇത് ഉണ്ടാക്കാൻ. അങ്ങനെ നമ്മളെ പഴംപൊരി എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പഴംപൊരി ഇട്ടാൽ. അധികം ഓയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. വളരെ ഈസിയിൽ ഉണ്ടാക്കാൻ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. ഈ പഴംപൊരി വൈകുന്നേരം വരെ വെച്ചാലും ഇതേപോലെ തന്നെ വീർത്തിരിക്കും. നമുക്കിതിൻ്റെ ഉൾഭാഗം ഒന്ന് എങ്ങനെയുണ്ടെന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല മുരിഞ്ഞ കണ്ടോ, ഉള്ളിലൊക്കെ നല്ല പോലെ വീർത്ത് വന്നിട്ടുണ്ട്.
നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. ഇനി ഇതുപോലുള്ള ഈസി റെസിപ്പി ഞാൻ വീണ്ടും വരാം.